നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹം പലരെയും ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ പ്രമേഹമുള്ളവർ ഇന്നത് കഴിക്കരുത് എന്ന് പറയും, എന്ത് കഴിക്കണം എന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ പ്രമേഹ രോഗികൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ കഴിക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നോക്കാം. പാവയ്ക്ക കഴിക്കാവുന്നതാണ്. പാവയ്ക്കയും പ്രമേഹവുമായി ബന്ധപ്പെട്ട ഏകദേശം 140ഓളം ദേശീയ അന്തർദേശീയ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാവയ്ക്കയ്ക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ കഴിവുണ്ട് എന്നാണ് മിക്ക പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത്. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ വിസിൻ, കരാൻറ്റിൻ, പോളിപെപ്റ്റൈഡ്സ് പി എന്നിവ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, സംരക്ഷണം നൽകുന്നു. മാത്രമല്ല ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം പേശികളായ സ്കെലറ്റൽ മസിലുകളുടെ ഗ്ലൂക്കോസ് ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. തന്മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഉയരാതെ നിൽക്കും. അന്നജത്തിന്റെ ആഗിരണം കൂട്ടുന്ന ചില എൻസൈമുകളെ നിയന്ത്രിക്കാനും ഇതിലെ ഘടകങ്ങൾക്ക് സാധിക്കും. തിന എന്നത് ആരോഗ്യ ഭക്ഷണമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ പുതിയ പഠനങ്ങളിൽ തിനയെ വിശേഷിപ്പിക്കുന്നത് ഡയബറ്റിക് ഫുഡ് എന്നാണ്. നാരുകളിൽ സമൃദ്ധമായ തിന പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ മൂല്യമേറെയുണ്ട് തിനയ്ക്ക്. മറ്റ് ധാന്യങ്ങളെക്കാൾ പ്രോട്ടീനും നാരുകളും കൂടുതലുണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവും. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണ് തിന. കോവയ്ക്ക കഴിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഒന്നാണ് കോവയ്ക്ക. വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതിൽ പേടി കൂടാതെ കഴിക്കുകയും ചെയ്യാം. കോവയ്ക്ക ഇഷ്ടപ്പെടുന്ന പ്രമേഹ രോഗികൾക്ക് ഒരു സന്തോഷ വാർത്തയാണിത്. കോവയ്ക്ക ഒരുപാട് കഴിക്കാവുന്നതാണ് കേട്ടോ. കോവയ്ക്ക പ്രകൃതിദത്ത ഇൻസുലിനാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതെ നിയന്ത്രിക്കാൻ കോവയ്ക്കയുടെ ഉപയോഗത്തിലൂടെ സാധിക്കും. നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതും ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണെന്നുള്ളതിനാലുമാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾക്ക് സഹായകരമാകുന്നത്. പ്രമേഹ രോഗികൾ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയും. പക്ഷേ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ളത് മധുരക്കിഴങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് മധുരക്കിഴങ്ങിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പകുതി വേവിച്ച് സാലഡ് രൂപത്തിലോ ബേക്ക് ചെയ്തോ ഗ്രിൽ ചെയ്തോ ഇവ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഓട്സിൽ അലിയുന്ന നാരായ ബീറ്റ ഗ്ലൂക്കൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. റോൾഡ് ഓട്സ്, അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഓട്സിന്റെ പാചക രീതിയും പ്രധാനമാണ്. ഓട്സ് അധിക നേരം കുറുക്കുന്നതും വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതും അത്ര നല്ലതല്ല. നേർപ്പിച്ച പാൽ ചേർത്തുള്ള പാചക രീതികൾ, ഓട്സ് ഉപയോഗിച്ചുള്ള ഇഡ്ഡലി, ദോശ തുടങ്ങിയവയും പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ്. ഉലുവ പ്രമേഹ നിയന്ത്രണത്തിന് ഉത്തമമാണെന്ന് പണ്ടേ തെളിഞ്ഞതാണ്. പുതിയ പഠനങ്ങൾ ഇത് സംബന്ധിച്ച് ഉലുവയുടെ ഉപയോഗ രീതി സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ട്രൈനലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉലുവ മുളപ്പിച്ച് ഉപയോഗിക്കുന്നതും പൊടിച്ചുപയോഗിക്കുന്നതും നല്ലതാണ്. ഉലുവ തിളപ്പിച്ച് വെള്ളം മാത്രം കുടിച്ചാൽ ഉലുവയുടെ മുഴുവൻ ഗുണവും കിട്ടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബാർലി, നാരുകളിലും മഗ്നീഷ്യവും ക്രോമിയവും കോപ്പറും ധാരാളം അടങ്ങിയ ബാർലി പ്രമേഹം നിയന്ത്രിക്കുന്നതിനും തടുക്കാനും നല്ലതാണ്. ബാർലി വേവിച്ച് സാലഡിന്റെ കൂടെ ചേർത്ത് കഴിക്കുന്നതും മറ്റ് ധാന്യങ്ങളുടെ കൂടെ കഴിക്കുന്നതും ഉത്തമമാണ്. ബാർലി ഉപയോഗിക്കുന്നത് വഴി പ്രമേഹം ഉൾപ്പെടുന്ന മെറ്റബോളിക് സിൻഡ്രോം തടയാവുന്നതാണ്. പച്ചച്ചക്കയിലും ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഇടിച്ചക്കയും ചക്കപ്പുഴുക്കുമെല്ലാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. പച്ചച്ചക്കയിലെ നാരുകൾ വയർ നിറഞ്ഞെന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി പ്രമേഹം, അമിതവണ്ണം എന്നിവ പ്രതിരോധിക്കാനും സഹായിക്കും. ചക്കപ്പുഴുക്കിന്റെ കൂടെ പയറുവർഗ്ഗങ്ങളോ മീനോ ഉപയോഗിച്ചാൽ പ്രമേഹ രോഗികൾക്ക് കൂടുതൽ ഗുണപ്രദമാണ്. എന്നാൽ പഴുത്ത ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനാൽ പ്രമേഹ രോഗികൾ ചക്കപ്പഴം നിയന്ത്രിക്കണം. പയറുവർഗ്ഗങ്ങൾ ഗുണകരമാണ്. പയറുവർഗ്ഗങ്ങൾ മിക്ക രോഗങ്ങൾക്കും ആരോഗ്യകരമായ ഭക്ഷണ പ്രതിവിധിയാണ്. പയറുവർഗ്ഗങ്ങളെ പോഷക ഘടകങ്ങൾ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട മുതിര, ചെറുപയർ, രജ്മ, സോയാബീൻ തുടങ്ങിയവയിൽ നാരുകളും ഫ്ലവനോയിഡുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വെളുത്തുള്ളിയും ഉള്ളിയും പോഷകസമ്പന്നമായ ഭക്ഷണ പദാർത്ഥങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ഇവ ഉപാജയ പ്രവർത്തനം മെച്ചപ്പെടുത്തി രോഗസാധ്യത കുറയ്ക്കുന്നു. പ്രമേഹ ചികിത്സയിൽ ഇവ രണ്ടിനും പ്രാധാന്യമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് നെല്ലിക്ക കഴിക്കാവുന്നതാണ്. പ്രമേഹ നിയന്ത്രണത്തിൽ നെല്ലിക്കയ്ക്ക് ഗുണകരമായ പങ്ക് വഹിക്കാൻ കഴിയും. നെല്ലിക്ക പ്രമേഹ രോഗികൾക്ക് ഒരു സപ്പോർട്ടിംഗ് സപ്ലിമെന്റ് ആണ്. നെല്ലിക്കയിലെ വൈറ്റമിൻ സിയും ഫിനോളിക് ഘടകങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതുവഴി HbA1c സാധാരണ നിലയിൽ നിർത്താനും സഹായിക്കും.
പഴുക്കാത്ത നേന്ത്രക്കായ കഴിക്കാവുന്നതാണ്. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഗ്ലൈസെമിക് ഇൻഡെക്സും കൂടുതലാണ് എന്ന് കരുതി നേന്ത്രപ്പഴം പ്രമേഹ രോഗികൾ ഉപേക്ഷിക്കേണ്ടതില്ല. നാരുകളും പൊട്ടാസ്യവും വൈറ്റമിൻ സിയും എല്ലാം ധാരാളമായി നേന്ത്രപ്പഴത്തിലുണ്ട്. പഴുക്കുന്തോറും ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുമെന്നതിനാൽ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് പ്രമേഹ രോഗികൾക്ക് നല്ലത്. നേന്ത്രപ്പഴം ചെറിയ അളവിലും പ്രധാന ഭക്ഷണത്തിന് ഇടവേളകളും കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതെ ക്രമീകരിക്കുകയും പച്ച നേന്ത്രക്കയും പച്ച ചെറുകായും പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. മധുരമേറിയ പാനീയങ്ങളൊന്നും കുടിക്കരുത്, ഇത് പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കുക.